Hello students, welcome to the channel EduScore. So ഇന്ന് നമ്മൾ NCERTൻ്റെ 6th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ 2 പാർട്സ് ഓൾറെഡി തീർത്തതാണ് ഹിസ്റ്ററിൻ്റെത്. All the 6th standard videos of all subjects will be put in the description box below. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. So you can choose what you want to see and learn. So ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിരുന്നു. ഇറ്റ് വാസ് ടു ഫൈൻഡ് ഔട്ട് വെയർ ഗ്രീസ് ആൻഡ് ഇറാൻ ഇസ് ഓൺ ദി വേൾഡ് മാപ്പ്. നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അഥവാ മുമ്പത്തെ പാർട്സ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ പാർട്ട് ഓഫ് ദ വീഡിയോ കാണാൻ വരിക. ഓക്കെ, സോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മാപ്പിൽ ഗ്രീസും ഇറാനും കാണിച്ചു തരാന്നു. സോ ദിസ് ഇസ് ഗ്രീസ്, ഇറ്റ് ഈസ് ഇൻ യൂറോപ്പ്, ആൻഡ് ദിസ് ഇസ് ഇറാൻ. ഇറാൻ ഇന്ത്യൻ്റെ കുറച്ച് അടുത്ത് തന്നെയാന്നു അല്ലേ? So you know where these two countries exist. Okay, so now let us start with today's class. One past or many? നമുക്ക് ഒരു പാസ്റ്റ് ആണോ ഉള്ളത് അല്ല കുറേ പാസ്റ്റ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ എന്താണെന്നൊരു കൺഫ്യൂഷൻ തോന്നും. വിൽ ക്ലിയർ ഇറ്റ്, ഡോണ്ട് വറി. ആ കൺഫ്യൂഷൻ ഈ ചാപ്റ്റർ തീരുമ്പോഴത്തേക്ക് യു വിൽ ബി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഡിഡ് യു നോട്ടീസ് ദ ടൈറ്റിൽ ഓഫ് ദിസ് ബുക്ക്? അവർ പാസ്റ്റ്സ് പ്ലൂറൽ ഫോമിലായിരുന്നു. കുറേ പാസ്റ്റ്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. വി ഹാവ് യൂസ്ഡ് ദ വേർഡ് പാസ്റ്റ്സ് ഇൻ പ്ലൂറൽ ടു ഡ്രോ അറ്റൻഷൻ ടു ദ ഫാക്ട് ദാറ്റ് പാസ്റ്റ് വാസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, the lives of herders or farmers were different from those of kings and queens. The lives of merchants were different from those of craftspersons and so on. So, നമ്മൾ ഈ ബുക്കിൻ്റെ പേര് അവർ പാസ്റ്റ്സ് എന്നാണ്. പാസ്റ്റ് വെച്ചാൽ സിംഗുലർ ഫോമിലാണ്, പാസ്റ്റ്സ് പ്ലൂറൽ ഫോമിലാണ് ഇവർ പറയുന്നത്. എന്താ പ്ലൂറൽ ഫോമിൽ പറയുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓരോ രീതിയിലുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ്സിൻ്റെ അവരെ പാസ്റ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. രാജാക്കന്മാരുടെ പാസ്റ്റ്സ് വേറെയാന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ്റെ രാജാവിൻ്റെ പാസ്റ്റ് വേറെയാന്നു, ഗ്രീക്ക് രാജാവിൻ്റെ പാസ്റ്റ് വേറെയാന്നു, ഇറാനിലെ രാജാവിൻ്റെ പാസ്റ്റ് വേറെയാന്നു. സോ ഈച്ച് കൺട്രി, ഈച്ച് ഡിവിഷൻ ഓഫ് പീപ്പിൾ, they have different kind of histories. So each group of people have different pasts, and that is why നമ്മൾ പറയാന്നു that it is pasts. സിംഗുലർ ഫോമിലല്ല, നമ്മൾ പ്ലൂറൽ ഫോമിൽ അതുകൊണ്ടാണ് പറയുന്നത്. Also, as is even true today, people follow different practices and customs in different parts of the country. So നമ്മൾ കൺട്രീൻ്റെ അകത്ത് തന്നെ നോക്കിയതാണെങ്കിൽ കേരളത്തിലെ ആൾക്കാരുടെ ഹിസ്റ്ററി വേറെയാന്നു, കർണാടകേൻ്റെ ഹിസ്റ്ററി വേറെയാന്നു, അരുണാചൽ പ്രദേശിൻ്റെ ഹിസ്റ്ററി വേറെയാന്നു. സോ ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റിനെ നിങ്ങൾ നോക്കിയതാണെങ്കിൽ അവിടുത്തെ ജീവിക്കുന്ന രീതി വേറെയാന്നു. സോ ദ ഹിസ്റ്ററി വിച്ച് ദേ ഹാവ് സീൻ ഇസ് ഡിഫറെൻറ്റ്. ചില സ്ഥലത്ത് വാർ ഉണ്ടാവും, ചില സ്ഥലത്ത് വാർ ഉണ്ടാവില്ല, ബിസിനസ് ആണോ ഉണ്ടാവുക, ചില സ്ഥലത്ത് ആർട്ട് ആൻഡ് കൾച്ചറിനാണോ അധികം പ്രോമിനൻസ്. സോ അങ്ങനെ പല പല ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ വി ക്യാൻ സീ കറൻ്റ്ലി based on the history that region has seen. So അവരെ ഹിസ്റ്ററിക്ക് അനുസരിച്ചാണ് അവരെ ഇപ്പോഴത്തെ ജീവിതം. സോ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറ്റില്ല ദാറ്റ് ഹിസ്റ്ററി പഴയ കാര്യമല്ലേ, വി ക്യാൻ ഇഗ്നോർ ഇറ്റ്, നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ഹിസ്റ്ററി സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കറൻറ്റ് ലൈഫ് സ്റ്റൈൽ ഓഫ് സർട്ടൻ പീപ്പിൾ. സോ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയാണോ, ഇറ്റ് ഈസ് ഓൾ റിലേറ്റഡ് ടു ദ ഹിസ്റ്ററി ദറ്റ് വി ആർ ആൻസിസ്റ്റേഴ്സ്. നമ്മളെ ആൻസിസ്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മളെ മുമ്പുള്ള ആൾക്കാർ പറഞ്ഞാൽ നമ്മളെ അച്ചാച്ചൻ്റെ അങ്ങനെ നമ്മൾ ഫോർ ഫാദേഴ്സ്. സോ അവർ ജീവിച്ച ലൈഫ് എന്താണോ അതിനനുസരിച്ചാണോ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ്, നമ്മളെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊക്കെ ഡിഫൈൻ ആവുന്നത്. For example, today most people living in the Andaman Islands get their own food by fishing, hunting, and collecting forest produce. By contrast, most people living in cities depend on others for supplies of food. Differences such as these existed in the past as well. So നമ്മളിവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സിറ്റിയും ഒരു നോർമൽ ഒരു സ്ഥലവും ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു വില്ലേജ് അതായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിയതാണെങ്കിലും അവിടെ നിങ്ങൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വേ ദേ ഹാവ് ലിവ്ഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ്റ്ററി. ഓക്കെ, ബിസൈഡ്സ് ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് ഡിഫറൻസ്. We know a great deal about kings and the battles they fought because they kept records of their victories. Generally, ordinary people such as hunters, fishing folk, gatherers, farmers, or herders did not keep records of what they did. While archaeology helps us to find out about their lives, there is much that remains unknown. So, നമുക്ക്
വലിയ വലിയ രാജാക്കന്മാരെ പറ്റി പെട്ടെന്ന് അറിയാൻ പറ്റും. ബിക്കോസ് അവര് ദേ ഹാഡ് പോയറ്റ്സ് ഓർ ദേ ഹാഡ് റൈറ്റേഴ്സ്, ദേ ഹാഡ് ഹിസ്റ്റോറിയൻസ്. അവര് കോർട്ട് പറഞ്ഞാൽ ആ രാജാവ് ഇരിക്കും, അവിടെ കുറേ മിനിസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ. സോ ദേ ഹാഡ് ഓൾ ദീസ് പീപ്പിൾ ഇൻ ദെയർ കോർട്ട് ടു ഡോക്യുമെന്റ് ദെയർ വിക്ടറീസ് ഇൻ വാർസ്, ടു ഡോക്യുമെന്റ് അവരെന്തൊക്കെയാണ് ചെയ്തത്. അവർക്ക് ഈ രാജാവിന് പെയിന്റിങ് ഇഷ്ടമായിരുന്നു, ഈ രാജാവിന് മ്യൂസിക് ഇഷ്ടമായിരുന്നു, അങ്ങനെ പലതും നമുക്ക് കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ബിക്കോസ് അവരെ ഹിസ്റ്റോറിയൻസ് ഇത് പണ്ട് കാലം മുതലേ ദേ ഹാവ് ബീൻ റൈറ്റിംഗ് ആ രാജാവിൻ്റെ ലൈഫ് ടെന്യൂറിനെ പറ്റി. സോ ആ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ മോനെ പറ്റി ഹിസ്റ്റോറിയൻ എഴുതും, കറണ്ട് ടൈമിൽ ഏത് ഹിസ്റ്റോറിയൻ ആണെന്ന് വെച്ചാൽ അങ്ങനെ. സോ വി നോ രാജാക്കന്മാരുടെ ലൈഫിനെ പറ്റി. പക്ഷെ സാധാരണ ആൾക്കാരുടെ ലൈഫിനെ പറ്റി നമുക്കറിയില്ല. നോബഡി ഈസ് ദെയർ സിറ്റിംഗ് ആൻഡ് റൈറ്റിംഗ് ഈ ആൾക്കാർ ഇതാണോ ചെയ്തത്, ഇയാൾ ഇവിടെ പോയി ഇയാൾ ഇത് വാങ്ങിക്കൊണ്ടുവന്നു, അങ്ങനെയൊന്നും ആരും എഴുതിയിട്ടില്ല. സോ ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട് ടു നോ ദ ലൈഫ്സ് ഓഫ് നോർമൽ പീപ്പിൾ. അത് ആരെങ്കിലും ഏതെങ്കിലും ഹിസ്റ്റോറിയൻ ഏതെങ്കിലും ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ആർക്കിയോളജിസ്റ്റ് ഡിഗ് ചെയ്തിട്ട് അവരെ പോട്ടറി സ്റ്റൈല്, അവരുടെ വീട് എങ്ങനെയായിരുന്നു, അതിൻ്റെ ബ്രിക്സ്, അതിൻ്റെ റൂംസ് എങ്ങനെയായിരുന്നു, അതിനൊക്കെ നോക്കിയിട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സോ ദാറ്റ് ഈസ് വൈ നമുക്ക് പണ്ടത്തെ കാര്യങ്ങൾ ഈ സാധാരണ ആൾക്കാരെ പറ്റി എസ്പെഷ്യലി വളരെ കുറച്ചേ അറിയൂ. സോ ദർ ഇസ് എ ലോട്ട് ദാറ്റ് വി ഡോണ്ട് നോ. ഇതുവരെ നമുക്ക് അറിയാത്ത എത്രയോ സംഭവങ്ങളുണ്ട് അല്ലേ. വാട്ട് ഡു ഡേറ്റ്സ് മീൻ? If somebody asks you the date, you will probably mention the day, month and year 2000 and something. അല്ലേ? ഇപ്പം ഡേറ്റ് ചോദിച്ചാൽ 15 June 2020 എന്ന് പറയുന്നു. These years are counted from the date generally assigned to the birth of Jesus Christ, the founder of Christianity. So, ജീസസ് ക്രൈസ്റ്റ് ഉണ്ടായ സമയം മുതൽ ഉണ്ടായ കൊല്ലത്തിന് 0 എന്ന് കൺസിഡർ ചെയ്യും. ആൻഡ് ആ ഉണ്ടായ സമയം മുതൽ ഉള്ള കൊല്ലങ്ങളാണ് നമ്മളിപ്പം 2020 എന്ന് പറയുന്നത്. സോ ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ 2020 years ago. സോ നമ്മൾ ഇപ്പം ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് കാലണ്ടർ ആണ്. സോ ഇംഗ്ലീഷ് കാലണ്ടറിൽ ദേ കൺസിഡർ ദ ഇയർ 0 ആസ് ദ ഇയർ ഇൻ വിച്ച് ജീസസ് വാസ് ബോൺ. ജീസസ് ഉണ്ടായ സമയത്തിന് ശേഷമുള്ള സമയത്തിന് AD എന്നാണ് പറയുക. ജീസസിൻ്റെ ജന്മത്തിന് മുമ്പുള്ള സമയത്തിന് BC എന്നാണ് പറയാം. സോ 2000 means 2000 years after the birth of Christ. All dates before the birth of Christ are counted backwards and usually have the letters BC before Christ added on. So, ഇപ്പം നമ്മൾ 0ൻ്റെ മുമ്പിൽ നമ്മൾ ഇൻറ്റിജേഴ്സ് പഠിച്ചിട്ടില്ലേ? ഇപ്പം നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഇൻറ്റിജേഴ്സ്. സോ ഇൻറ്റിജേഴ്സിൽ എന്താ സംഭവിക്കുന്നത്? നമ്പർ ലൈനിൽ നിങ്ങൾ ഒരു 0 ഇടും, ഇതിൻ്റെ അങ്ങോട്ട് 1 2 3 4 5 ടുവേർഡ്സ് ദി RHS ആൻഡ് ടുവേർഡ്സ് ദി LHS നിങ്ങൾ -1 -2 -3 അങ്ങനെയാണ് പോകുന്നത്. സോ നമ്മൾ ഈ കൊല്ലങ്ങളുടെ കണക്കും അങ്ങനെ തന്നെയാണ്. സോ വെൻ ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ഇറ്റ് ഈസ് കൺസിഡേർഡ് 0, അതിൻ്റെ അങ്ങോട്ടുള്ളത് 1 2 3 4 5, പിന്നെ അതിൻ്റെ പിന്നോട്ടുള്ളത് 0 തന്നെയാണ് തുടങ്ങുന്നത്, 1 2 3 4 5 അങ്ങനെ ബില്യൺ വരെ പോവും. ബിക്കോസ് എർത്ത് ഫോം ആയത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ 0ൻ്റെ ഇങ്ങോട്ട് 2020 years ആണ് ജീവിച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് ആ 0 ജീസസ് ഉണ്ടായതിൻ്റെ മുമ്പത്തെ സമയത്തിന് BC എന്നാണ് പറയുന്നത്, ബിഫോർ ക്രൈസ്റ്റ്. ആൻഡ് AD ഈസ് ആനോ ഡോമിനി. നമ്മളിപ്പോൾ ADയിലാണ്. In this book, we will refer to the dates going back from the present using 2000 as a starting point. പറഞ്ഞാൽ ഇവരിപ്പം പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2000 കൊല്ലത്തുനിന്ന് 100 കൊല്ലം മുമ്പ് എന്ന് പറയാമെന്ന് വെച്ചാൽ 1900s അല്ലേ. അവർ 2000 റെഫറൻസ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബിഫോർ ക്രൈസ്റ്റ് എന്താണോ ആനോ ഡോമിനി എന്താണോ, ദിസ് വിൽ കം ഇൻ എക്സാം. ഓക്കെ, സോ പ്ലീസ് ഡു നോട്ട് ഇറ്റ് ഡൗൺ. Letters with dates. BC, we have seen, stands for before Christ. You will sometimes find AD before dates. This stands for the two Latin words Anno Domini, meaning in the year of Lord. So, Anno Domini എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൊല്ലം. പറഞ്ഞാൽ അവർ in English culture, they all consider ദൈവം as Christ. Okay, so ദൈവത്തിൻ്റെ കൊല്ലം, ദൈവം ഉണ്ടായ കൊല്ലം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ക്രൈസ്റ്റ് ഉണ്ടായ കൊല്ലം. Okay, Anno Domini. So 2012 can be written as AD 2012. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ADയിലാണ്. Sometimes CE is also used instead of AD and BCE instead of
BC. So രണ്ട് like there are two concepts or two ways in which they tell AD BC അതല്ലെങ്കിൽ CE പിന്നെ BCE ഇങ്ങനെയും പറയും. സോ CE എന്ന് പറഞ്ഞാൽ കോമൺ എറ എന്നാണ് ആൻഡ് BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ. സോ എന്ന് വെച്ചാൽ കോമൺ എറ ക്രിസ്ത്യൻ എറയാണോ അവർ ഉദ്ദേശിക്കുന്നത്. വി യൂസ് ദീസ് ടേംസ് ബിക്കോസ് ദ ക്രിസ്ത്യൻ എറ ഇസ് നൗ യൂസ്ഡ് ഇൻ മോസ്റ്റ് കൺട്രീസ് ഓഫ് ദി വേൾഡ്. ഇൻ ഇന്ത്യ വി ബിഗാൻ യൂസിങ് ദിസ് ഫോം ഓഫ് ഡേറ്റിംഗ് ഫ്രം അബൌട്ട് 200 years ago. സോ നിങ്ങളെ വീട്ടിൽ മലയാളം കാലണ്ടർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഇസ് സംതിങ് 1000 സംതിങ് ആണെന്നു ഇപ്പോഴത്തെ കൊല്ലം. അവിടെ 2000 അല്ല കൊല്ലം മലയാളം കാലണ്ടറിനനുസരിച്ച്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അമ്മയോട് ചോദിച്ചു നോക്കൂ ഇപ്പം മലയാളം കാലണ്ടറിൽ ഏത് കൊല്ലാന്നോന്ന്. സോ അത് നമ്മൾ കേരള കാലണ്ടറാണ്, മലയാളം കാലണ്ടറിൽ അങ്ങനെയാണു ഡേറ്റ് കൊല്ലം. ബട്ട് ഇംഗ്ലീഷ് കാലണ്ടറിൽ നോക്കിയാണെങ്കിൽ ഇപ്പം 2020 ആണ്. ആൻഡ് ഇംഗ്ലീഷ് കാലണ്ടർ ഇസ് വാട്ട് വി ഓൾ യൂസ് ഇൻ ജനറൽ അല്ലേ. എല്ലാ ഫുൾ വേൾഡ് വൈഡ് നമ്മൾ ഇംഗ്ലീഷ് കാലണ്ടറാണ് യൂസ് ചെയ്യുന്നത്. And sometimes the letters BP, all meaning before present, is also used. Before present എന്നും BCക്ക് അവർ BP എന്നും യൂസ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഇൻ ജനറൽ ഹിസ്റ്ററിനെ പറ്റിയാണ് സംസാരിച്ചത്. ബട്ട് ഹിയർ ദേ ഹാവ് ഗിവൻ ഇൻ ദിസ് ടേബിൾ, ഇൻ ദിസ് ബോക്സ്, അബൌട്ട് എ ഹിസ്റ്ററി ഇൻ സംവെയർ elsewhere, okay, in some other place. We have seen that inscriptions are inscribed on hard surfaces. Inscriptions നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അത് ഹാർഡ് സർഫേസിലാണ് കുത്തുന്നത്. സോ ദാറ്റ് ഈസ് എയ്തർ ഓൺ സ്റ്റോൺ ഓർ മെറ്റൽ സർഫേസസ്. Many of these were inscribed several hundreds of years ago. All inscriptions contain both scripts and languages. Languages which were used as well as scripts have changed over time. So how do scholars understand what was inscribed? This can be done through a process known as decipherment. Decipher പറഞ്ഞാൽ മനസ്സിലാക്കുക. സോ ഡെസിഫർമെൻറ്റ് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സ്. സോ പല പല പഴയ ലാംഗ്വേജസും അതിൽ നമുക്കിപ്പം വായിച്ചതെന്ന് പണ്ടത്തെ ഒരു 300-400 കൊല്ലം മുമ്പത്തെ മലയാളത്തിൻ്റെ ഇപ്പം നിങ്ങൾ പഴയ പോയംസ് ഒക്കെ നോക്കി നോക്കൂ, അതിന് നമുക്ക് ഇപ്പോഴത്തെ മലയാളമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി ക്ലിയർലി. അവൻ ജസ്റ്റ് ഇൻ 300 years ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ 2000-3000 years ago എത്ര ഡിഫറൻസ് ഉണ്ടാവും ലാംഗ്വേജസിൽ. സോ മുമ്പത്തെ പറഞ്ഞ 2000-3000 years മുമ്പത്തെ ഇൻസ്ക്രിപ്ഷൻസ് ആണ് നമ്മളിപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിലെന്താ എഴുതിയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് ദ ലാംഗ്വേജ് ഇസ് സെയിം. സപ്പോസ് ഇറ്റ്സ് ഈജിപ്ഷ്യൻ, ഇറ്റ് ഇസ് സ്റ്റിൽ ദ സെയിം ബട്ട് ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. സോ ഇവിടെ ഈജിപ്തിൽ അവർ ഇങ്ങനെ സിംബോൾസ് ആയിരുന്നു യൂസ് ചെയ്തത്. പറഞ്ഞാൽ പാരറ്റ് ഉണ്ടെങ്കിൽ പി എന്ന് എഴുതും, അങ്ങനത്തെ സ്ഥിതി. അല്ല, പി എന്ന് എഴുതുകയാണെങ്കിൽ പാരറ്റ് എന്ന് ഡ്രോ ചെയ്തു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെ സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. സോ ദിസ് പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് നോൺ ആസ് decipherment. One of the famous stories of decipherment comes from Egypt, a country in North Africa where there were kings and queens about 5,000 years ago. ഈജിപ്തിൻ്റെ പിരാമിഡ്സിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടാവില്ലേ? സോ ഐ പുട്ട് the picture of where Egypt is in our world map. Okay, it is in northern Africa, and you can see here this is the pyramid of Giza. It is the famous pyramids. ഇതിലെ മമ്മീസിനെ അവർ വെച്ചിരുന്നു. So all that you can look up. If you want, ഞാൻ സ്പെസിഫിക്കലി ഈജിപ്ഷ്യൻ ഹിസ്റ്ററിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇഫ് യു ആർ വെരി ഇൻട്രസ്റ്റഡ്, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. സോ ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദിസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്റ്റോറീസ് ഓഫ് ഡെസിഫർമെൻറ്റ് കംസ് ഫ്രം ഈജിപ്റ്റ്. ഈജിപ്തിൽ 5000 കൊല്ലം മുമ്പ് ഒരു വലിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സിവിലൈസേഷൻ. സോ അവിടെ കിങ്സും ക്വീൻസും ഒക്കെ ഭരിച്ചിരുന്നു. ക്ലിയോപാട്ര, അങ്ങനെ പല ഫേമസ് സ്ട്രോങ് ആയിട്ടുള്ള ക്വീൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ അവിടെ റൊസെറ്റ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ ഇൻ നോർത്ത് കോസ്റ്റ് ഓഫ് ഈജിപ്റ്റ്, ഹിയർ ആൻ ഇൻസ്ക്രൈബ്ഡ് സ്റ്റോൺ വാസ് ഫൗണ്ട് വിച്ച് കണ്ടെയ്ൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ 3 different languages and scripts. സോ ഗ്രീക്ക് എന്ന ലാംഗ്വേജിലും 2 ഈജിപ്ഷ്യൻ ഫോംസ് ഓഫ് ലാംഗ്വേജ്, കാരണം ഈജിപ്ഷ്യനിലും പല ടൈപ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ 2 ടൈപ്സ് ഓഫ് ഈജിപ്ഷ്യനിലും പിന്നെ ഒരു ഗ്രീക്കിലും 3 ലാംഗ്വേജസിൽ ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ അവർക്ക് കിട്ടിയിരുന്നു. അപ്പം ചില സ്കോളേഴ്സ് ഉണ്ടായിരുന്നു ഹു കുഡ് റീഡ് ദ ഓൾഡ് ഗ്രീക്ക്, അവർ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ സ്കോളേഴ്സ് ഹു കുഡ് റീഡ് ഗ്രീക്ക്
figured out the names of the kings and queens which were enclosed in the little frame called as cartouche. ഗ്രീക്ക് അറിയുന്ന ആൾക്കാർ ഗ്രീക്കിൽ രാജാക്കന്മാരുടെ പേരൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ അവരെന്താക്കി, അവർക്ക് ആ ഈജിപ്ഷ്യൻ ഫോം വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവരപ്പോൾ ഈ ഗ്രീക്ക് ലാംഗ്വേജിൽ എഴുതിയതിന് സൈഡിൽ വെച്ചു, അതിൻ്റെ തൊട്ട് സൈഡിൽ ഈ ഈജിപ്ഷ്യനിൽ എഴുതിയതിന് സൈഡിൽ വെച്ചു. എന്നിട്ട് ചില ഈജിപ്ഷ്യൻ ലെറ്റേഴ്സൊക്കെ സിമിലർ ആയിരിക്കുമല്ലോ. പിന്നെ അതുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം കേട്ടോ, അങ്ങനെ റിയൽ എന്നല്ല. ഇപ്പോൾ പി എന്നുള്ള സ്ഥലത്ത് അവർ പാരറ്റിനെ ഡ്രോ ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ ഇത് പി ആണോ എന്ന്. അങ്ങനെ അത് രണ്ടിനെ സൈഡിൽ വെച്ച് ഇങ്ങനെ ഡിസിഫർ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അവർക്ക് മനസ്സിലായി അത് ഇതാണോ എഴുതിയത്. ആൻഡ് ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ദീസ് ലെറ്റേഴ്സ് ആർ. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് അതവിടെ ഒരു ലയണിനെ ഡ്രോ ചെയ്ത് എൽ എന്ന് എഴുതിയിട്ടുണ്ട്, ബേർഡിന് എ എന്നാണോ എഴുതിയത്. സോ അവർക്ക് മനസ്സിലായി ഓക്കെ ബേർഡിൻ്റെ സിംബോൾ വന്നു വെച്ചാൽ അത് എ എന്നാണോ അർത്ഥം, ലയണിൻ്റെ സിംബോൾ വന്നു വെച്ചാൽ അത് എൽ എന്നാണോ അർത്ഥം. സോ ആ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു ബുക്കിൽ. എന്നിട്ട് നെക്സ്റ്റ് ടൈം അവർക്ക് വേറെ എന്തൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് കിട്ടിക്കോ അതിനൊക്കെ അവർ ഈ ബുക്കിനെ റെഫറൻസ് ചെയ്ത് ഈ ലെറ്റേഴ്സിനെ റെഫറൻസ് ചെയ്തിട്ട് അതിനെ വായിക്കാൻ പറ്റി അവർക്ക്. സോ ദിസ് ഈസ് ഹൗ ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജിസ്റ്റ് വർക്ക്. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. സോ അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത്. സോ ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഡെസിഫർമെൻറ്റ്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് ചാപ്റ്റർ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നോട്ട്സും 1 മാർക്ക് ക്വസ്റ്റ്യൻസും പിന്നെ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദ ബെസ്റ്റ്. സ്റ്റഡി വെൽ.